ഹാപ്പി ഓണം. ഇന്ന് മൊത്തം മധുരത്തിൻ്റെ പരിപാടിയാണ്. പാളിപ്പോവാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ് ബോളി. പിന്നെ ചെക്കണേ നമ്മൾ ജയിച്ചിട്ടോ ആ. അപ്പോൾ ഈ ബോളി ഞാൻ ഇത്തവണ ബോളി ഇല്ലാണ്ട് സദ്യ കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും. ബോളിയാ കരയും. ബോളി മൂന്നെണ്ണം ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബോളി ഉണ്ടാക്കിയപ്പോ നമുക്ക് സ്റ്റൈലിലൂടെ വിളമ്പുക. ഹലോ, വെൽക്കം ടു മൈ തിരുവോണം ഡേ വ്ളോഗ്. ഇന്ന് ശരിക്കും ഉള്ള തിരുവോണം ദിവസമാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ആൻഡ് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഓണം ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഐ തിങ്ക് ഈ ഉത്രാടം ദിവസത്തെ ഉത്രാടം പാച്ചിൽ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ സദ്യ നേരത്തെ തന്നെ വാങ്ങി വെച്ചേക്കുവാണ്. അപ്പോൾ പിന്നെ സദ്യ കുക്കിംഗ് ഒന്നുമില്ല. ഉത്രാടം ദിവസം നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചു. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ മുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പം ബോളിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുക്കിംഗ് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ ഉത്രാടപ്പാച്ചിലിന് ശേഷം ഇന്ന് തിരുവോണ ദിവസത്തെ കലാപരിപാടികൾ, ചെറിയ രീതിയിലുള്ള കുറച്ച് കുക്കിംഗ് ആൻഡ് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം. നമ്മൾ ഓണമായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതല്ലേ, അപ്പം പോസ്റ്റ് ചെയ്യാനായിട്ട് 1-2 ഫോട്ടോസ് എടുക്കണം. പിന്നെ ഫാമിലി ആയിട്ടൊരു സദ്യ. സോ ഞാൻ ഇന്നൊരു സെറ്റും മുണ്ടുമാണ് എടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി കഴിഞ്ഞ തവണത്തെ ഓണം പരിപാടിക്ക് ഒരു തിരുവാതിര, ഞങ്ങളൊരു മെഗാ തിരുവാതിര കളിച്ചു. അപ്പോൾ ഇവിടുത്തെ മ്യൂണിക്കിലുള്ള മലയാളികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്, മലയാളി വിമൻ വിമൻ എല്ലാം ചേർന്നിട്ട് ഒരു മെഗാ തിരുവാതിരയായിരുന്നു. 160 160 പീപ്പിൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മ്യൂണിക്കിൽ നിന്ന് മാത്രമല്ല, കുറച്ച് ന്യൂറൻബർഗ്, റേഗൻസ്ബർഗ് അങ്ങനെ 1-2 കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് ഓർഗനൈസ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് മായയാണ്. അപ്പം ഇവിടുത്തെ കേരള സമാജം മ്യൂണിക്കിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവരും ഇവിടെ ജർമ്മനിയിൽ എല്ലാവരും ഒരേപോലത്തെ സെറ്റുമുണ്ട്. നാട്ടിൽ നിന്ന് എനിക്കൊന്ന് AR ഹാൻഡ്ലൂംസ് കൂത്തുംപുള്ളി എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫേമസ് ആണ്. ആ ഒരു ഷോപ്പിൽ നിന്ന് എല്ലാവർക്കും ഒരേപോലത്തെ സെറ്റും മുണ്ടും വരുത്തി ഒരേപോലത്തെ ബ്ലൗസും ഒക്കെ തയ്പ്പിച്ച് ഞങ്ങളെല്ലാവരും വിത്തിൻ ഒരു 2 months ഒരു ടൈമിലാണ് എല്ലാം സെറ്റാക്കി. എല്ലാവരും ഒരേപോലെ ഡാൻസ് പഠിച്ച് ഞങ്ങൾ അവിടെ ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അത് കളിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു സെറ്റ് മുണ്ടാണ് എടുത്തത്. ബട്ട് അതിൻ്റെ നമ്മുടെ മേക്കപ്പൊക്കെ കുറച്ച് ട്രഡീഷണൽ ആയിരുന്നു. അതായത് ട്രഡീഷണൽ ഒരു കാശുമാല, ഒരു ചെറിയ മറ്റേ ഇളക്കത്താലി, അതൊക്കെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഓവർ മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്ന് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സ്ലീവ്ലെസ് ബ്ലൗസിൻ്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്തത് വിത്ത് സം മൈ ഓൺ ബാംഗിൾസ് ആൻഡ് ലൈക്ക് ദിസ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് മുതലേ വിചാരിക്കും ഇതൊന്ന് ഉടുത്ത് നോക്കണമെന്ന്. അത് അന്ന് അവിടെ മടക്കി വെച്ചതാണ്. ആ പരിപാടി കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ വേറൊരു സാരി മാറിയിട്ട് ആണ് ബാക്കി പരിപാടി ചെയ്തത്. ബിക്കോസ് ഞങ്ങൾക്ക് അന്നൊരു ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം പിന്നെ മാറണമായിരുന്നു. പിന്നെ നമുക്ക് ഓണത്തിന് വേറെ രീതിയിലൊക്കെ ഉടുക്കണം, സാരി കൊടുക്കണം എന്നൊക്കെ പറയില്ല. ഇവിടെ സാരി ഉടുക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇന്നാണ് ആ ഒരു സാരി എടുത്തത്. ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അന്ന് സെലക്ട് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്, നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്ലൗസ് ഒരു മയിൽപ്പീലിയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, ഞാൻ ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കാം. ഞാൻ മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഒരു ബ്ലൗസും കൂടാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തത്. ആക്ച്വലി പരിപാടി അടിപൊളിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഓണം ഭയങ്കര എന്താ പറയുക, സൂപ്പർ ഓണമായിരുന്നു. ഇത്തവണത്തെ കേരളം സമാജം പരിപാടിയുണ്ട്. അതിന് പോയില്ലെന്ന് അറിയില്ല, നോട്ട് യെറ്റ് ഡിസൈഡഡ്. സോ ഇത്തവണ നമ്മൾ ഇതിലാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത് വീട്ടിൽ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ആദ്യമായിട്ട് നമുക്ക് പായസത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നൊരു ട്വിസ്റ്റുള്ളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. സേമിയ പായസം ഇവിടെ അഖിലിനും അന്നുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ തന്നെ ഹോർലിക്സ് പാൽപ്പായസം, പാലട പായസം നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റീസെൻറ്റ് ഹിറ്റാണത്. അപ്പോൾ അതൊരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പാലടയിലാണ് ട്രൈ ചെയ്യുന്നത്.
നമ്മളിന്ന് അതിനെ സേമിയയിൽ ട്രൈ ചെയ്യണം. ബിക്കോസ് ഇവിടെ സേമിയാണ് ഇഷ്ടം. അപ്പോൾ സേമിയ വെർമിസെല്ലി അതിലാണ് നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ സേമിയ വേവിച്ച് വെച്ചിട്ടുണ്ട്, പാലും ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികൾ ഇനി ചെയ്യണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. പാലൊന്നുകൂടെ തിളപ്പിക്കാം. പാലൊന്നുകൂടെ തിളപ്പിച്ചിട്ട് സേമിയയും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അത് അതിൽ കിടന്നൊന്ന് കുറുകണം. സേമിയ പായസം പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ. സേമിയ പായസം ജസ്റ്റ് ഞാൻ നേരത്തെ സേമിയ വേവിച്ച് വെച്ചു. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് സേമിയ വെർമിസെല്ലി എനിക്ക് കിട്ടിയത്. ബട്ട് എന്നാൽ അത് ഗീയിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇപ്പം ഇത് കുറച്ച് പാല് തിളപ്പിച്ചു. അപ്പോൾ തിളപ്പിച്ച പാലിനെ ഒന്നുകൂടെ ചൂടാക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഇച്ചിരി ഏലക്കാപ്പൊടിയും പിന്നെ ആ സേമിയയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാവും. പിന്നെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്താൽ മതിയല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ചിലപ്പോൾ കുറച്ച് ഇതൊക്കെ ഇടുന്നതിന് മുന്നേ ഒന്ന് മാറ്റി വയ്ക്കും. ചിലപ്പോൾ അന്നുവിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി വയ്ക്കും. മിൽക്ക് മെയ്ഡ് ഒന്നും ഒഴിക്കുന്നില്ല. നമ്മളതിന് പകരം മറ്റേ ഹോർലിക്സ് കണ്ടിട്ടുള്ള ഒരു സംഭവമില്ലേ, മറ്റേ ഷെഫ് പിള്ളയുടെ ബട്ടറും ഹോർലിക്സും പിന്നെ കുറച്ച് ജാഗരിയും കൂടെ ഇട്ടൊന്ന് എന്നിട്ട് കുറുക്കി എടുത്തിട്ട് അതുകൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേമിയ പായസം സെറ്റ്. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം വൈറ്റ് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നാൽ മൊത്തം മധുരത്തിൻ്റെ പരിപാടിയാണ്. നമ്മുടെ സേമിയ പായസം ഏതാണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് അധികം ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഏലക്കയും പാലും സേമിയയും കൂടെയാണ് അതിനകത്തിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് ഹോർലിക്സും നമ്മുടെ ബട്ടറും പിന്നെന്തായിരുന്നു പാലും ജാഗരി പൗഡറും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാധനം കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും. ഇതാണ് ഈ പായസത്തിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ അല്ലേ, ഒരു പാർട്ട്. ഇത് നമ്മുടെ ഫേമസ് ഷെഫ് പിള്ള റെസിപ്പിയാണ്. ജാഗരി പൗഡർ. നമ്മൾ അതിനകത്ത് അധികം മധുരം ഇട്ടിട്ടില്ല. സോ നമുക്കതുകൊണ്ട് ഇതിനകത്ത് മധുരം ഇടാം, കുഴപ്പമില്ല. നമ്മൾ ആവശ്യത്തിന് ഒരു 4 ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കട്ട കെട്ടാതിരിക്കാനാണ്. ആക്ച്വലി ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നിങ്ങൾ പാലട പായസമൊക്കെ, പാലട പായസമല്ല അരിപ്പായസം, പാലട പായസമൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നല്ല രീതിയിലൊരു പിങ്കിഷ് ബ്രൗണിഷ് കളർ വരും പായസം ഉണ്ടാക്കുമ്പോൾ. പണ്ടൊക്കെയാണ് വെള്ള പായസമൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു കളറ് ഒരു ബട്ടറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഉരുക്കിയൊക്കെ ചെയ്ത് വരുമ്പോൾ ആ പായസത്തിന് നല്ലൊരു കളർ ഡിഫറൻസ് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കാരമലൈസ് ചെയ്ത് ഈ ജാഗരിയും ഈ പറഞ്ഞ ബട്ടറും ഒക്കെ ഇടുന്നത്. അപ്പം നല്ലൊരു കളർ അടിപൊളിയാണ് അതിൻ്റെ. കഴിക്കാനും ഭയങ്കര ഒരു എന്താ പറയുക, മിൽക്ക് മെയ്ഡിൻ്റെ ഒന്നും ആവശ്യമേ വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹോർലിക്സ് ഇവിടെ ഇടുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആവും തോന്നുന്നു. നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അവസാനം പാളിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹോർലിക്സ് എന്താ മിക്സിയുടെ ജാറിലെന്ന് വിചാരിക്കരുത്. ചെറുതായിട്ടൊന്ന് കട്ടയായിപ്പോയി. ഇപ്പം കട്ട കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മിക്സിയുടെ ജാറിലിട്ട്, അത് വീണ്ടും കട്ടയോ, മിക്സിയുടെ ജാറിലിട്ട് എടുത്താൽ നമ്മൾ ഇത്രയും ഹോർലിക്സ് ഇടുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതാ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കളർ മാറുമായിരിക്കും. ഏതാണ്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കണ പോലെ ഉണ്ട് മിക്സ്. ഇനി നമുക്ക് ആ സാധനത്തിനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോർമൽ സേമിയ പായസം ഈ ഒരു കളറിലായിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ക്രീം ബീച്ച് എന്നൊക്കെ പറയുന്ന കളറിലോട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ഹോർലിക്സിൻ്റെയും ഏലക്കയുടെയും കൂടെ ഒരു മിക്സഡ് സ്മെല്ലും അടിപൊളിയാണ്. സോ നമ്മുടെ അടുത്ത ഐറ്റം ബോളിയാണ്. ബോളിയുടെ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോളി ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ബോളി. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ ട്രിവാൻഡ്രത്തായതുകൊണ്ടായിരിക്കും ചെറുപ്പം മുതൽ ഈ ബോളി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ അവിടെ ഉള്ള എല്ലാ സദ്യയ്ക്കും ബോളി ഉണ്ടാവും. അതായത് പാൽപ്പായസത്തിൻ്റെ കൂടെ ബോളിയാണ് ഞങ്ങൾക്ക് കോമ്പിനേഷൻ. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ബൂന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പാൽപ്പായസത്തിൻ്റെ കൂടെ കൊടുക്കുന്നതെന്ന്. അപ്പം എനിക്കിത് ഭയങ്കര ഒരു നൊസ്റ്റുമാണ് ഈ ബോളി. ട്രിവാൻഡ്രത്തെ ബോളി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അവിടെ എല്ലാവർക്കും സദ്യയോട് ബോളി ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ട്രഡീഷൻ പോലെയാണ്. അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ റീൽസ് കണ്ടു, ബോളി ട്രിവാൻഡ്രത്ത് ഇനിയിപ്പം ഇതില്ല, നോ ബോളി എന്ന് പറഞ്ഞ് ഒരുപാട് കടകളിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ബോളി വീട്ടിലുണ്ടാക്കത്തില്ല. ബിക്കോസ് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ബോളി കടകളുണ്ട്. മഹാബോളി, പിന്നെ വേറൊരു ബോളി നമുക്ക് തന്നെ അറിയാവുന്ന ഒരു അങ്കിള് ബോളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ബോളി വാങ്ങുമ്പോൾ
ഒരു സെറ്റായിട്ട് വാങ്ങിച്ച് പാൽപ്പായസം വീട്ടിൽ വെച്ച് കഴിക്കുന്നത് ഒരു ഭയങ്കര ഒരു അടിപൊളി സാധനമാണ്. ചുമ്മാ തന്നെ എപ്പോൾ പോയാലും കിട്ടും ബോളി. ഓണമൊന്നും ആവണമെന്നൊന്നുമില്ല. അപ്പം ഇവിടെ ആയതുകൊണ്ടും നമുക്കിതൊന്നും കിട്ടാത്തത് കൊണ്ടും നമ്മൾ ഈ ബോളി നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ബോളിയുടെ മെയിൻ പാർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാളിപ്പോയാൽ എല്ലാം പാളിപ്പോവും. സോ നമ്മൾ മറ്റേ കടലയും ശർക്കരയും ഏലക്കയും നെയ്യും ഒക്കെ ഇട്ടൊന്ന് വരട്ടി എടുത്തുകൊണ്ടിരിക്കുക. വേവിച്ച് വെച്ച കടല പരിപ്പ് കുളമായി പോകാൻ ഭയങ്കര സാധ്യത കൂടുതലുള്ള ഒരു ഐറ്റമാണ് ഈ ബോളി എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഈ ഒരു ഇതിങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഉരുട്ടിയെടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പരത്തി നല്ല സോഫ്റ്റാക്കി പരത്തി എടുത്ത് ചുട്ടെടുക്കണം. ഒരു 3 ബോളിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സദ്യ കഴിക്കാമായിരുന്നു. അത് പൊട്ടിപ്പോകാനും പാടില്ല. പരത്തുന്നതും ഭയങ്കര ഇതാണ്. ഞാൻ പിന്നെ ഉത്രാടപ്പാച്ചിൽ ഇതിൽ പറഞ്ഞു, നമ്മൾ നല്ലെണ്ണ വാങ്ങാൻ പോയിട്ട് നല്ലെണ്ണയും കിട്ടിയില്ല. അപ്പോൾ നല്ലെണ്ണയിലാണ് ആ ഒരു മൈദയുടെ മിക്സിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഞാനിപ്പം ഇവിടെ നെയ്യിലിങ്ങനെ ആക്കി സോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നെയ്യിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. നെയ്യ് ബോളിയാവും മിക്കവാറും. ഇത് ഞാൻ ഏതാണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. പാളിപ്പോവാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ് ബോളി. ഇനി ചെക്കണേ. ആക്ച്വലി ടെൻഷനുണ്ട് ഇതുണ്ടാക്കുമ്പോൾ. കാര്യം ഈ സാധനം കറക്റ്റായിട്ട് ഇത് രണ്ടും കൂടെ ലയിച്ച് ഉള്ളിലും പുറത്തൊക്കെ ആയിലേക്ക് ഇത് മൊത്തം പണിയാവും. അതിനാദ്യം ഈ സാധനം പരത്തണം. നമ്മളൊരു ഇച്ചിരി മിക്സ് ഒന്ന് പരത്തിയിട്ട് ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ പൊട്ടാതെ കവർ ചെയ്ത് നമ്മളീ മറ്റേ പറാത്തയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ. പക്ഷെ അതിനേക്കാളും റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് കറക്റ്റായിട്ട് നല്ല നൈസായിട്ട് വരുകയും വേണം. ഷേപ്പാണ്. ഞാൻ ഷേപ്പായിട്ട് പരത്തുന്നതിൽ വളരെ മോശമാണ്. എനിക്കറിയില്ല, നോക്കാം. എല്ലാം പുറത്തോട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് പരത്താം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാ എങ്ങനെയാണ്. നമ്മൾ ജയിച്ചിട്ടോ ഇച്ചിരി കൊള്ളാം. ഇത് നമ്മൾ പഞ്ചസാരയാണ് ചേർത്തതെങ്കിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണില്ല. നമ്മൾ ശർക്കരയാണ് ചേർത്തത്, അതുകൊണ്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണും. സോ ഇറ്റ് ലുക്സ് നൈസ്. അപ്പം അടുത്തത് ഇപ്പോൾ ഒരു ചെറിയ മോട്ടിവേഷനായി. അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ബോളിയും സക്സസ് ആയിട്ടുണ്ട്. ആക്ച്വലി ടേസ്റ്റിയൊക്കെ ചെയ്ത് നോക്കി, നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിടിച്ചാൽ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ബോളിയാണ് കിട്ടിയേക്കുന്നത്. അതങ്ങനെയാണ് ബോളിയൊക്കെ. അപ്പോൾ ഈ ബോളി ഞാൻ ഇത്തവണ ബോളി ഇല്ലാണ്ട് സദ്യ കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ട്രാൻഡ്രംകാർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. പുറത്തൊക്കെയുള്ള അല്ലാത്തവർക്കൊക്കെ മിക്കവാറും കിട്ടിക്കാണും. നാട്ടിലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ട്രാൻഡ്രത്തുള്ളവർക്ക് കിട്ടിക്കാണും. അങ്ങനെ നമ്മുടെ ബോളി ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അടുത്ത കലാപരിപാടി സദ്യ അൺബോക്സിങ്. നമ്മുടെ ഫ്രോസൺ സദ്യ അൺബോക്സിങ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഡെയിലി ഡിലൈറ്റിൻ്റെ ആണ് സദ്യ വെജിറ്റേറിയൻ ഫീസ്റ്റ്. ഇങ്ങനെ കാണിക്കാം. ഇത് 3 പേർക്കുള്ള ഫുഡാണ്. ഇതിൽ കറി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മളെടുത്ത് പൊട്ടിച്ച് നമ്മളിതെല്ലാം ചൂടാക്കണം. ഇതൊരു 2.9 kgs വരുന്നതാണ്. ഇത് എന്താ പറയുക, കുറേ കറികളുള്ള ഒരു സദ്യയാണ്. ഇനി അത് പപ്പടം ഉണ്ടാവും, അത് നമ്മൾ പൊള്ളിക്കണം, മറന്നു പോരുത്. റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന പോലെ ബോളി വെച്ചിട്ടുണ്ട്. ബോളി ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. അപ്പം നമുക്കത് പൊട്ടിക്കാം. വാവ്! സോ അൺബോക്സിങ്. ഫസ്റ്റ് തന്നെ പേപ്പർ ബനാന ലീഫ്. സോ അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ട. 3 എണ്ണം ഉണ്ട് 3 പേർക്ക്. ഇത് അതിനടിയിലിടുന്ന പേപ്പറാണ്. ഇത് നമ്മുടെ പപ്പടം 6 എണ്ണം, ബനാന ചിപ്സ് 40 ഗ്രാം, ശർക്കര വരട്ടി 40 ഗ്രാം, കറിയും ബോളി 3 ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബോളി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനകത്ത് ബോളി ഉണ്ടെന്ന്. കഴിഞ്ഞ തവണ ബോളി ഇല്ലായിരുന്നു. നോക്ക്, ഇതിനകത്ത് കൂർക്ക മെഴുക്കുരട്ടിയൊക്കെ ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചു സാധനം കൂർക്ക മെഴുക്കുരട്ടി. ബാക്കിയെല്ലാം പരിപ്പ് കറി, അവിയൽ, എല്ലാം. അവിയൽ 200 ഗ്രാം. ഗ്രാമും എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് അവനിൽ വെക്കാൻ പറ്റും. ക്യാബേജ് ക്യാരറ്റ് തോരൻ, എരിശ്ശേരി, സാമ്പാർ 300 ഗ്രാം, ഇഞ്ചിക്കറി
ജിഞ്ചർ കറി. നമ്മൾ ശരിക്കും ഇത്രേ ഉള്ളൂ എന്ന്, ഇത്രയല്ല, ഇതിനടിയിലും ഉണ്ട്. ഇതിനടിയിലാണ് അടപ്രഥമൻ, പരിപ്പ് പായസം, കൂട്ടുകറി. അടപ്രഥമനും പരിപ്പ് പായസമൊക്കെ 300 ഗ്രാം വെച്ചുണ്ടേ. ഓലനുണ്ട്, എനിക്ക് ഓലൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്കമാലി മാംഗോ കറി, ഇത് കഴിഞ്ഞ തവണത്തെ സദ്യയിലും ഉണ്ടായിരുന്നു. ഇത് പച്ചടി. ആക്ച്വലി നമ്മൾ വെച്ച പാൽപ്പായസം ഇതിനകത്തില്ല, പക്ഷെ ബോളി വെച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ ലോജിക്ക് മനസ്സിലാവണല്ലോ. സാധാരണ ബോളിയാണ്, പാൽപ്പായസത്തിൻ്റെ കൂടെയാണ് ബോളി കഴിക്കുന്നത്. ബോളി വെച്ചത് മാത്രം എനിക്ക് ഇച്ചിരി വിഷമമാണ്. കാര്യം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടി ബോളി ഇവിടെ ഇത്രയും മെനക്കിട്ട് ഉണ്ടാക്കി വെച്ചപ്പം അവർ സുഖമായിട്ട് അതിനകത്ത് തന്നെ ബോളി വെച്ചേക്കുന്നു. നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം, എൻ്റെ ബോളിയും അവരുടെ ബോളിയും. ഒരു ബോളി വേഴ്സസ് ബോളി. അതെ, അത്രേ ഉള്ളൂ. അതാണ് അപ്പം ഇത്രയും വലിയ പെട്ടിക്കകത്ത് ഉള്ള സാധനങ്ങൾ. പക്ഷെ ഇത് ഡിഫറൻ്റ് ആട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ വാങ്ങിയ സാധനത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇത്രയും സാധനങ്ങളൊന്നും, ഈ രസമൊന്നും ഇല്ലായിരുന്നു. രസം ഇല്ലായിരുന്നു, ഉറപ്പാണ്. കാര്യം രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, അത് മറ്റേ കറിയായിരുന്നു. ഇത് തന്നെയാണോയെന്ന് എനിക്കറിയത്തില്ല. ജിഞ്ചർ കറി എന്ന് എഴുതിയിട്ടുണ്ട്. 65 ഗ്രാം. അപ്പോൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ആണ് രസം. അത് നമ്മൾ വെള്ളം ഒഴിച്ച് എടുക്കണം. ഇതിങ്ങനെ തുറന്നിട്ട് അടപ്പോടുകൂടി വെക്കാൻ തോന്നുന്നു. 3 എണ്ണം വെച്ചാൽ വെക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ. അത് കുറച്ച് കൂടുതൽ നേരം വെക്കും. ഞങ്ങളൊരു 2 മിനിറ്റ് വെക്കും. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് 2.5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായിട്ട് കിട്ടും. ഇവിടെ ഒരാൾ രാവിലെ മുതൽ ഓണം ഡ്രസ്സൊക്കെ ഇട്ട് നല്ല റെഡിയായി ഇട്ട് നിൽപ്പുണ്ട്. കം ഇന്ത്യൻ ഡ്രസ് ഇട്ടപ്പോൾ ഒരു ഇന്ത്യൻ പ്രിൻസസ് ആണെന്നുള്ളൊരു ഇതിൽ നടക്കുക. ഇൻട്രൊഡ്യൂസിങ് ദ ഹോൾ ടീം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഇങ്ങടെ വിളമ്പ. കറക്റ്റ് ഓർഡർ ഉണ്ട്. അങ്ങനെ സദ്യയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളമ്പിയിട്ടുണ്ട്. ഇനി ഇവിടെ കഴിച്ചാൽ മതി. കഴിക്കട്ടെ. അധികം ഭയങ്കരമായിട്ട് സദ്യക്കകത്ത് കിടന്ന് എഫേർട്ട് ഇടാതെ ഇങ്ങനെ ഒരു സദ്യ കഴിക്കാൻ പറ്റുന്നത് അടിപൊളിയാണ് അല്ലേ? How was the sadhya? So good. So good, Narno. Which one you like more? Which part of the sadhya? Banana covered and jaggery ginger. Oh, Chakravarti. What is its name? Chakravarti. Chakravarti. Chakravarti, yeah. That one she loves most. What about the paisam? I love it. Okay, you know what? The only complaint about What is its name? What is that? The only complaint about the paisam was with the noodles I couldn't really taste anything. Oh, that's Just quite a common. hint of Horlicks. Yeah, this is a Horlicks paisam actually. Yeah, I know. She already knows. So, പായസം അടിപൊളിയായിരുന്നു. എല്ലാ പായസവും. സദ്യ സൂപ്പർ ആയിരുന്നു. ആൻഡ് എന്താ പറയുക, 2 പായസമാണ് അവരുടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കിയത് നന്നായി. കാര്യം പാൽപ്പായസം അതിനകത്ത് ഇല്ലായിരുന്നു. 2 ശർക്കര പായസമാണ് ഉണ്ടായിരുന്നത്. എല്ലാം സൂപ്പറായിരുന്നു. അച്ചാറിൻ്റെ സ്പൈസിനെസ് മാത്രമാണ് എനിക്ക് സ്പൈസ് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ അച്ചാർ സൂപ്പറായിരുന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ അച്ചാർ കഴിച്ചതും. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിരുന്നു. സദ്യ കഴിച്ച് നല്ല ക്ഷീണമുണ്ട്. പായസമൊക്കെ കഴിച്ച് ഇങ്ങനെ മത്തൊടിച്ചിരിക്കുകയായിരുന്നു. പോയി ഒന്ന് കിടക്കണം ഒരു സിനിമ ഇട്ടിട്ട്. അതാണ് ഇന്നത്തെ ഇനി അടുത്ത പ്ലാൻ. സോ എല്ലാവരും ഓണം എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ ആരെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഫ്രോസൺ സദ്യയോ പുറത്തുനിന്നൊക്കെ സദ്യയൊക്കെ കഴിച്ച് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സേ ബൈ ആൻഡ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗൈസ്. ബൈ. സോ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഓണം.